നമസ്കാരം. അവിട്ടം നക്ഷത്രം 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ വർഷം പകുതിയോടുകൂടി നിങ്ങൾക്ക് ഏതാണ്ട് ദോഷാധിക്യങ്ങൾ കുറയും എങ്കിലും ഒരുപാട് ഗുണം എന്ന് നമുക്ക് പറയാൻ വയ്യ. ചിലർ പറയും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിഷമാവില്ലേ, അതെന്താ മേഡം അങ്ങനെയൊക്കെ പറഞ്ഞ്, അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും, നിങ്ങൾ ഒരുപാട് വമ്പിച്ച നേട്ടത്തിലേക്ക് കുതിക്കുമെന്ന് പറഞ്ഞിട്ട് കുതിക്കാണ്ടിരിക്കുമ്പോൾ ചീത്ത പറയുന്നതിനേക്കാൾ ബെറ്ററായിട്ട് പറയുന്നത് വർഷത്തിൻ്റെ ആദ്യത്തെ പകുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ദോഷാധിക്യങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയോ ദൈവാധീനം കൂട്ടിക്കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുക. അവിട്ടം നക്ഷത്രക്കാർക്ക് 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷക്കാലം വർഷമധ്യത്തോടുകൂടി ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സുകാരായ ആളുകൾക്ക് ചെറിയ തോതിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ചെറുകിട സംരംഭങ്ങൾ, ചെറിയ സ്വയം തൊഴിലോ കൈത്തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നേട്ടത്തെക്കാൾ ഉപരിയായിട്ട് അവർക്ക് സർക്കാരിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ഒക്കെ ഇവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനമായിട്ട് അതിനെ എടുക്കാനും സാധിക്കും. ജോലി സ്ഥിരത, താൽക്കാലിക ജോലിയൊക്കെ ചെയ്തിരുന്ന ആളുകൾക്ക് ജോലിയിൽ സ്ഥിരത അനുഭവപ്പെടുന്നതാണ്. ചില ആളുകൾ ജോലി തൽക്കാലത്തേക്ക് പ്രൈവറ്റ് ആണെങ്കിലും സർക്കാരാണെങ്കിലും തൽക്കാലത്തേക്ക് കോൺട്രാക്റ്റ് ബേസിലൊക്കെ കയറിയിട്ടുള്ളവർക്ക് അതിലൊക്കെ സ്ഥിരതയുണ്ടാകും. പഴയ വാഹനമൊക്കെ മാറ്റി ചെറുതാണെങ്കിലും പുതിയൊരു വാഹനം വാങ്ങാനൊക്കെ യോഗം വന്നു ചേരുന്നുണ്ട്. വീടൊക്കെ റെനോവേഷൻ ചെയ്ത് അതിൽ താമസയോഗ്യമാക്കുന്നതാണ്. പഴയ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നവർ ബാങ്ക് ലോണുകളോ മറ്റോ എടുത്ത് അതൊക്കെ റെനോവേഷൻ ചെയ്ത് അവിടെ താമസയോഗ്യമാക്കാനുള്ള സാധ്യതകളൊക്കെ വന്ന് പെടുന്നുണ്ട്. പ്രതീക്ഷിച്ച കർഷകരായ നെൽ കർഷകർക്ക് പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതെ വരുന്നത് മൂലം അവർ അത് മനോദുഃഖത്തിലാഴ്ത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാം. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനസമ്മതി നേടാനായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. ജനങ്ങളുടെ നല്ല പേര് കിട്ടാനായിട്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. കർമ്മരംഗത്ത് ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നഷ്ടം, വല്ലാത്തൊരു ധനനഷ്ടം വന്ന് പെടാം. യാത്രകൾ പലതും ഗുണകരമാവുകയും വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക്, പുതിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ നഷ്ടങ്ങളുടെ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് പണം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ധാരാളം ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പണം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ബുദ്ധിയാണ്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നമ്മളിത് കൈകാര്യം ചെയ്യാനായിട്ട്. മനോവ്യത, മാനസിക വ്യത മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റിവയ്ക്കേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധ പുലർത്തുക. കടം വീട്ടാനായിട്ട് ധാരാളം കഷ്ടപ്പെടേണ്ടതായിട്ട് വരാം. ഒരു കടം വീട്ടാനായിട്ട് മറ്റൊരു കടം വാങ്ങുന്നത് ബുദ്ധിയല്ലാത്തത് കൊണ്ട് കടം വാങ്ങി കടം വീട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധകൾ പുലർത്തുന്നതുമാണ്. ആത്മീയമായിട്ടും സന്നദ്ധ സംഘടനകളുമായിട്ടൊക്കെ പ്രവർത്തിച്ച് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളുമായിട്ട് കൂടി പ്രവർത്തിച്ച് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയും കലാരംഗവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഈ ഒരു 2024 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദോഷങ്ങൾ കുറയുന്നതിനും കൂടുതൽ നേട്ടങ്ങൾക്കുമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ചെറുകിട കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് തിങ്കളാഴ്ച ദിവസം മഹാദേവന് വില്വപുത്രാദി അർച്ചന നടത്തുകയും ക്ഷീരധാര, അതായത് ഇപ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചു കൊടുത്തിട്ടാണെങ്കിൽ, പാല് വീട്ടിലുള്ളവർ അങ്ങനെ അല്ലാത്തൊരു പാല് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും തിങ്കളാഴ്ച ദിവസം തിങ്കൾ കാലഹോരയിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ക്ഷീരധാര ഭഗവാന് നടത്തുന്നത് നിങ്ങളുടെ കുറേയേറെ ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കും. അതുകൊണ്ട് തന്നെ 2024 എന്ന് പറയുന്നത് ഉത്തമമായിട്ടിരിക്കട്ടെ, നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് എല്ലാവരെയും ആശംസിച്ചുകൊള്ളുന്നു.